ഇവിടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു നമ്മുടെ വനിതാ വള്ളങ്ങൾ. അതിമനോഹര ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും വള്ളങ്ങളും ഒപ്പത്തിലൊപ്പം തെളിഞ്ഞു വരുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ സാധിക്കുന്നത്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. മുഴുവൻ ജലോത്സവ പ്രേമികളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ആരാണ് മഹാത്മായങ്കര ട്രോഫി 2026 നടക്കുന്ന 49ാമത് മഹാത്മായങ്കര ട്രോഫി ആരും ഒന്നാം ട്രാക്കിൽ വരുന്ന പ്രദേശികളാണോ, രണ്ടാം ട്രാക്കിൽ വരുന്ന ചുമരാണോ, മൂന്നാം ട്രാക്കിൽ വരുന്ന പ്രദേശികളാണോ, ആര് വേണം മഹാത്മായങ്കര ട്രോഫി? ഒരു വെള്ളം 2 വെള്ളങ്ങളെ പിന്നിലായിക്കൊണ്ട് ഇതാ 1ാം സ്ഥാനം എത്തിയിരിക്കുന്നു. ഇതിന്റെ ഫൈനൽ റിസൾട്ട് വന്നത് റഫറീസാണ്. അതാ 2 വെള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 2 വെള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 6 നേരം 2ാം സ്ഥാനം, 6 നേരം 3ാം സ്ഥാനം. അതിമനോഹരമായ കാഴ്ച. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇതാ ഫോട്ടോ ഫിനിഷിലേക്ക് അതിമനോഹരം. ഇതാ 49ാമത് മഹാത്മാ അയ്യങ്കാളി ട്രോഫി 6 നേടും എന്ന് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ നമുക്കറിയാം അടുത്ത സമ്മാനദാനമാണ്. റഫറി ഇവിടെ എത്തിച്ചേർന്നതോടെ തന്നെ സമ്മാനദാനം ആണ്ടിൽ അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജയിച്ച മുഴുവൻ വള്ളങ്ങളും നമ്മുടെ ഈ ജലോത്സവ വേദിയുടെ മുന്നിൽ മത്സരിച്ച മുഴുവൻ വള്ളങ്ങളും ഈ വേദിക്ക് മുന്നിൽ ചെയ്യുന്നു. ഇതിന്റെ കേസ് അവാർഡ് നൽകുന്നതിലേക്കായി ഈ കേസ് അവാർഡ് നൽകുന്നതിലേക്കായി നമ്മുടെ പബ്ലിസിറ്റിയുടെ ശ്രീ കുമാർ അവരുടെ ആദരവ് ക്ഷണിച്ചു കഴിഞ്ഞു. അടുത്ത നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു 49ാമത് മഹാത്മാ അയ്യങ്കാളി ട്രോഫി. ദിവസം കൊണ്ട് വളരെ മനോഹരമായി ഈ ജലോത്സവം നടത്താൻ അദ്ദേഹത്തിന്റെ ഫീറ്റിനോടൊപ്പം ആത്മാർത്ഥമായിട്ട് നിന്ന ശ്രീ ശ്രീരാജ് ചേർന്നും അതേപോലെ തന്നെ പ്രത്യേകിച്ച് ശിഷ്യ സുബിൻ സർ നമ്മുടെ ഫീറ്റായിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും അവരെ ഈ അവസരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനപൂർവ്വം നമ്മൾ അവരെ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ട് 2 വർഷം വിജയിച്ച നീണ്ടമണ്ഡലത്തിലേക്ക് പ്രദേശം മുമ്പ് അമരക്കാരെ ക്ഷണിച്ചു കഴിഞ്ഞു. ഇതിന് ട്രോഫി സമ്മാനിക്കുന്നതിലേക്കായി നമ്മുടെ പ്രസിഡന്റ് ആനന്ദ് സിംഗ് ഈ ഹാറ്റൊന്നും വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. പ്രോഗ്രാം കമ്മിറ്റിയുടെ